അപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രി കോട്ട ജംഗ്ഷനിൽ ഉദയ്പൂർ വരെ യാത്ര ചെയ്ത ട്രെയിൻ ആൻഡ് കോച്ചസ് ആണിത്. ഡി കോച്ച് മെവാർ എക്സ്പ്രസ്. ഞാൻ ഇവിടെ താഴെ ലോവർ ബെഡിലും റിമ്മി ഇവിടെ സൈഡിൽ അപ്പർ ബെഡിലും ആയിരുന്നു. ഇപ്പോൾ ഏതായാലും നേരം 7 മണിയായി. ഞങ്ങൾ ഇനി ബാഗൊക്കെ രണ്ടും പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്തായാലും റൂമിലേക്കുള്ള പോക്കാണ്. അങ്ങനെ ഞങ്ങൾ ഉദയ്പൂരിൽ കാല് കുത്തിയിരിക്കുകയാണ്. ബിസ്മില്ല. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഉദയ്പൂർ എത്തി അല്ലേ? AC ആയതുകൊണ്ട് കയറി കിടന്നിട്ട് ഉറങ്ങി പൊതച്ചു. അരമണിക്കൂർ നേരത്തെ ഇവിടെ എത്തിച്ചു തന്നെ. റമി റൂം ബുക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഉദയ്പൂർ സ്റ്റേഷനിൽ ഇറങ്ങി. ഇതൊക്കെ നിറച്ച് ഓട്ടോക്കാരെ കൊണ്ടൊക്കെ ഭയങ്കര ബഹളാണ്. എങ്ങനെ പോവാ? 10 മിനിറ്റാ. എന്താ പറയണ്ടി? ലേക്ക് വ്യൂ ഹോട്ടലോ? ഓക്കെ. അവൻ ഞാൻ റമി 2 ചായ വാങ്ങാൻ പോവാണ്. അങ്ങനെ ഞങ്ങള് ഉദയ്പൂരിലെത്തി. ഉദയ്പൂരിന്ന് ഒരു ഓട്ടോ വിളിച്ച് ഹോട്ടൽ റോയൽ ലേക്ക് വ്യൂ റമി സെലക്ട് ചെയ്ത് കണ്ട് റമി ഓർഡർ ചെയ്തതാണ്. അപ്പോൾ 200 രൂപയാണ് ഹോട്ടലിലേക്ക് പറഞ്ഞിട്ടുള്ളത്. അയാൾ ഗൂഗിൾ മാപ്പൊക്കെ വെച്ച് പോകുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ നമ്മളൊരു ഓട്ടോ ഡ്രൈവറെ തരപ്പെടുത്തി നമ്മൾ ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉദയ്പൂരിൻ്റെ പ്രധാന സ്പോട്ടുകളായ വിൻറ്റേജ് കാർ മ്യൂസിയം, ടിബറ്റൻ മാർക്കറ്റ്, സിറ്റി പാലസ്, ഇതെല്ലാം കണ്ടുകൊണ്ടാണ്, ജഗദീഷ് ടെമ്പിൾ, ഇതെല്ലാം കണ്ടുകൊണ്ടാണ് നമ്മൾ ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പുള്ളി ആളൊരു സംസാരപ്രിയനായതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. മറ്റേതൊരു ഇന്ത്യൻ ടൗണിനെ പോലെ തന്നെ വീതി കുറഞ്ഞ ഇടത്തെരുവുകളും പിന്നെ അതേപോലെ തന്നെ കയറ്റിറക്കങ്ങളും ബ്ലോക്ക് ആവാൻ ചാൻസ് ഉള്ള ഒരു പാതകളൊക്കെയാണ് ഉദയ്പൂരിലുള്ളത്. എങ്കിലും അവരത് ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇതാണ് ലേക്ക് പിച്ചോള. ഈ ലേക്ക് പിച്ചോളയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അട്രാക്ഷൻ. അതിരാവിലെ എത്തിയത് കൊണ്ട് തന്നെ അവിടെ ഒരുപാട് പ്രീ വെഡിങ് ഫോട്ടോഷൂട്ടുകളൊക്കെ നടക്കുന്നത് കാണാൻ പറ്റി. ഇയാളാണ് നമ്മളെവിടെ ആക്കിയത്. ഇയാളാണ് നമ്മളെ ഹായ് ഗുഡ് മോർണിംഗ് അപ്പന കിഷോർ സിംഗ്. ഇയാളാണ് നമ്മളെ ഹോട്ടലിൽ കൊണ്ടാണ്. അവിടെ ഫുള്ള് ഹവേലി സ്റ്റൈലിലുള്ള ബിൽഡിങ്സ് ആണ് കംപ്ലീറ്റ്. പെയിന്റിങ് വർക്കൊക്കെ ഉണ്ട്. ഇവിടെ ലിഫ്റ്റ് ഒന്നുമില്ല, ഭയങ്കര ചെറിയൊരു സെറ്റപ്പാണ്. 202 ബടാവലെ. താങ്ക് യു സോ മച്ച്. ചെറിയൊരു റൂം, റെസ്റ്റ് എടുക്കാനുള്ള റൂമാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു ബാത്റൂമുണ്ട്. ഹീറ്ററൊക്കെ ഉണ്ട്. ഹീറ്റർ വർക്കിംഗ് ആണ്. ഇനി ഇവിടെ മൊബൈൽ ചാർജ് ചെയ്യണം. ഒന്ന് ഫ്രഷ് അപ്പ് ആവണം. രാവിലെ കുളിച്ച് റെഡി ആയതിനു ശേഷം ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഒരു 2 ചായയും പറഞ്ഞ് ഞങ്ങൾ നിൽക്കുന്ന ഹോട്ടലിൻ്റെ ഏറ്റവും റൂഫ് ടോപ്പിൽ പോയി. അവിടെ നിന്ന് നമുക്ക് ഈ സിറ്റിയുടെ പൂർണ്ണമായിട്ടുള്ള പനോരമിക് വ്യൂ കിട്ടും. അവിടെ നിന്ന് നോക്കിയാൽ ലേക്ക് പിച്ചോള, ഫത്തേസാഗർ ലേക്ക്, പിന്നെ അതേപോലെ സഫ്ദർജംഗ് ഫോർട്ട്, പിന്നെ അതേപോലെ കർണിമാത ടെമ്പിൾ, ഇതെല്ലാം നമുക്ക് ഇവിടെ നിന്നാൽ കാണാം. മാത്രമല്ല ആരവല്ലി മൗണ്ടൻ റേഞ്ചസും എല്ലാം ഇവിടെ ഈ റൂഫ് ടോപ്പിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും. ഒരു ബൈക്ക് റെന്റിന് തപ്പി നടന്ന് വന്ന് ഈ ഒരു ഷോപ്പിലെത്തി. നമ്മള് വണ്ടി റെന്റിന് എടുത്ത് സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുകയാണ്. ഈ റോഡ് കുറച്ച് കൺജസ്റ്റഡ് ആയതുകൊണ്ട് യാസിയാണ് ഫസ്റ്റ് ഓടിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓടിക്കും. ലെറ്റ്സ് ഗോ. അതൊന്നും ബ്രെഡ് ആയിട്ടുള്ളത്. എന്തൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇവിടുത്തെ ട്രഡീഷണൽ ഐറ്റാണ്. പോഹാന്നാണ്. നമ്മൾ വേറെ ഓരോ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഉണ്ടാക്കി തരാണ്. നമ്മളെ റമി മേഡം ഇവിടെ സെറ്റിലായിട്ടുണ്ട്. അവിടെ ഒരു പള്ളിയുണ്ട്. ഇത് ദർഗയാണോ നിസ്കാരം എടുക്കണോ പള്ളിയാണോ എന്ന് എനിക്കറിയില്ല. ഷഹീദിനാർ, അത് ദർഗ എന്തോ ആണ്. ഷഹീദിനാർ എന്നൊക്കെ എഴുതി വെച്ചിരിക്കണത്. ഇവിടെ കലം വെച്ചിക്കണൊക്കെ നല്ല രാജസ്ഥാനി ഹാൻഡിക്രാഫ്റ്റ് പോലെ വരച്ചുണ്ടാക്കിയ ഓരോ കലം വെച്ചിട്ടുണ്ട്.
ഇതൊരു ഇതാണ്. ഇതൊരു നമ്മൾ അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എത്തിയിട്ടുണ്ട്. തൈര്, ദഹി പൂരിന്റെ പോലെ. ദഹി, ഇത് നോർമൽ ഒക്കെയാണ് സാധനം. ചായ വന്നിട്ടുള്ളത്. അങ്ങനെ ഞങ്ങള് ചായ കുടിച്ചിട്ട് പോവാണ്. പാലസ് ഉദയ്പൂർ ഇതിന്റെ മെയിൻ ഗേറ്റ് ആണത്. 800 രൂപയാണ് രണ്ടാൾക്കുള്ള ടിക്കറ്റ് ചാർജ്. ഇതാണ് ഉദയ്പൂർ സിറ്റി പാലസ്. ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ലാർജസ്റ്റ് കൊട്ടാരങ്ങളിലൊന്നാണത്. ഏത് കാലത്ത് 19-ാം നൂറ്റാണ്ടിലും 18-ാം നൂറ്റാണ്ടിലൊക്കെ അന്നത്തെ കാലത്ത് ആൾക്കാർ ഇപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടാവുക? ടൂറിസ്റ്റുകളുടെ അതിപ്രസരമാണ് ഇവിടെ കാണാനാവുന്നത്. സിറ്റി പാലസിലെത്തിയപ്പോൾ ഒരു കല്യാണത്തിനല്ല, ഒരു സമ്മേളനത്തിനുള്ള ആൾക്കാരുണ്ട്. ആ കയറുന്നത് മുഴുവൻ സിറ്റി പാലസിൻ്റെ ഉള്ളിലേക്കാണ്. പോരാത്തിന് ആൾക്കാർ കയറി വരുന്നുണ്ട്. ഈ ഇരിക്കണമൊക്കെ അതിൻ്റെ ഉള്ളപ്പോഴാണ്. നമ്മളേതായാലും സമയം കളയണില്ല. ഓഡിയോ ഗൈഡ് നോക്കി, ഓഡിയോ ഗൈഡും 1 മണിക്കൂറിനില്ല. അതാണ് ഇവിടുത്തെ തിരക്കിൻ്റെ അവസ്ഥ. നമ്മൾ സഫ്തർജംഗ് ഫോർട്ട് പോയി കണ്ട് മടങ്ങി വരികയാണ് ഇപ്പോൾ ഇത് സംഭവം. ഇപ്പം അങ്ങോട്ട് ഓടിച്ചെന്നിട്ട് കാര്യമില്ല റമ്യ, നമുക്കൊന്ന് നടന്ന് കാണാം പുറത്ത്. സാമ്രാജ്യത്തിൻ്റെ കൊട്ടാരായ ഉദയ്പൂർ സിറ്റി പാലസിലാണ് ഇപ്പം നമ്മളുള്ളത്. ഇവിടെ ആണെങ്കിൽ ഭയങ്കര തിരക്കാണ്. ഇവിടെയൊക്കെ രാജാക്കന്മാരുടെ ഒക്കെ ഫോട്ടോ വെച്ചിട്ട് അവരൊക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവരെ തിരക്കുണ്ടായിരുന്ന സ്റ്റെപ്പുകളിൽ ഒരാൾ പോലില്ലാതെ ഞങ്ങളങ്ങനെ കയറുകയാണ്. മുകളിൽ എന്നാൽ സകല തിരക്കുണ്ടാവും. ഫ്രീ ആയിട്ട് വെള്ളം കൊടുക്കുന്നുണ്ട്. ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ തണുപ്പായതുകൊണ്ട് അധികം ദാഹിക്കില്ല, അതുകൊണ്ട് ഡീഹൈഡ്രേഷൻ സംഭവിക്കും എന്നറിയാതെ. അതുകൊണ്ട് ഞാൻ അവളോട് വെള്ളം കുടിക്കാൻ പറഞ്ഞതാണ്. എനിക്ക് പിന്നെ പ്രശ്നമില്ലല്ലോ. പെരുന്തരക്ക അതൊക്കെ ഇതിനുള്ളിലൊക്കെ കയറാം. സിറ്റി പാലസിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ചുറ്റുമുള്ള പിച്ചോള ലേക്കിൻ്റെ ഒക്കെ നല്ലൊരു വ്യൂ കിട്ടും. പല ഭാഗത്തുനിന്നും ഇതുപോലുള്ള വ്യൂ കിട്ടും, പുറത്തുനിന്നുള്ള വ്യൂ ഒക്കെ കിട്ടും. ഇന്ന് ഭയങ്കര തിരക്ക് അനുഭവപ്പെട്ട ഒരു ദിവസമാണ്. കാരണം ഒന്നാമത് ഇവിടെ സീസണാണ്, പിന്നെ അവധി ദിവസമാണ്. അതെല്ലാം കൂടെ ആയിട്ട് നല്ല തിരക്കുണ്ട്. അപ്പം ഞങ്ങൾ മന്ദം ഈ തിരക്കിൻ്റെ ഇടയിൽ കൂടെ മെല്ലെയാണ് നീങ്ങുന്നത്. മാത്രമല്ല ഇത്ര തിരക്ക് ഫീൽ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വഴികളും പല കോറിഡോറുകളും കോണികളും വരാന്തകളൊക്കെ ഭയങ്കര വീതി കുറഞ്ഞൊരു ഏരിയയാണ്. അതെന്താണെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും പണ്ട് കാലത്ത് ഈ രാജാക്കന്മാർ അവർക്ക് പുറത്തുനിന്നുള്ള ആരെങ്കിലും അറ്റാക്ക് ചെയ്യുമ്പോൾ അധികം പെട്ടെന്നൊന്നും കയറി വരാതെക്കാൻ വേണ്ടിയിട്ടാണ് വീതി കുറഞ്ഞ വീതി കുറഞ്ഞ വാതിലുകളും ഗോവണിപ്പടികളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിലും ഈ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോൾ ഭയങ്കര വിശാലമായൊരു ഒരു കോറിഡോറാണ് ഇത്. നല്ല ഒരു വീതിയുള്ളൊരു ഏരിയയാണ്. നല്ല മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ശിവ് പ്രസന്ന അമർ വിലാസ്. ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഇതിന്റെ ചുറ്റുമായിട്ട് 104 പില്ലേഴ്സ് ഉണ്ട്. 104 പില്ലേഴ്സ് ഉണ്ട്. പിന്നെ ഇത് ശ്രദ്ധിച്ചോ, നമ്മള് മുകളിലാണുള്ളത്. നമ്മള് ഭൂമിന്റെ ലെവലല്ല, നമ്മള് കുറെ സ്റ്റെപ്പ് കയറി. പക്ഷെ ഇവിടെ ഇതാ മരങ്ങൾ. ശരിയല്ലേ, ടെറസാണത്. ടെറസിന്റെ മുകളിൽ ഇത്രയും കൊടുക്കുന്ന മരങ്ങളുണ്ട്.
ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് കൊട്ടാരത്തിൻ്റെ ഏറ്റവും മുകളിലുള്ള ഏരിയയാണ്. ഇതിൻ്റെ ടെറസ് ഫ്ലോർ അല്ല. ഈ കൊട്ടാരം ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു മലൻ്റെ ചെരുവിലാണ്. ആ മലൻ്റെ ഏറ്റവും മുകളിലാണ് ഈ ഒരു നടുമുറ്റുള്ളത്. ബാക്കി കൊട്ടാര ഭാഗങ്ങളൊക്കെ ഈ മലൻ്റെ ചെരുവിലായിട്ട് വരും. ഇത് കൊട്ടാരത്തിൻ്റെ പുരുഷന്മാരുടെ ഒരു ഏരിയയാണ്. സ്ത്രീകളുടെ ഏരിയ വേറെ വരുന്നുണ്ട്. ആണുങ്ങളുടെ ഓപ്പൺ ബാത്ത് ഹൗസും ബാത്ത് ടബൊക്കെയാണ് ഈ കാണുന്ന ഏരിയയിലുള്ളത്. നമ്മൾ ഈ പാലസ് നോക്കിയാൽ ഉദയ്പൂർ സിറ്റി മൊത്തം കാണാൻ പറ്റും. അങ്ങനത്തെ ഒരു വ്യൂ ആണ് ഇവിടെ ഉള്ളത്. പണ്ട് കാലങ്ങളിൽ ആനകൾ തമ്മിലുള്ള മത്സരങ്ങൾ നടന്നിരുന്ന ഒരു ഏരിയയാണത്. അവർ തുമ്പിക്കൈ കൊണ്ട് പരസ്പരം വലിക്കും. ആരാണോ ആദ്യം ഈ മതിൽമ ടച്ച് ചെയ്യുന്നത് അവരാണ് തോൽക്കുക. ഇവിടെ ഉദയ്പൂരിൻ്റെ സിറ്റി പാലസിൻ്റെയും കിഴക്ക് ഭാഗത്തേക്കുള്ള വ്യൂ കിട്ടും. ഇവിടെ എങ്കിലും ഇച്ചിരി തിരക്കില്ലാതെ കാണാൻ പറ്റുന്നുണ്ട്. എന്റെ മോനെ ഇതിൻ്റെ ഉള്ളില് അധികം പെട്ടെന്നൊന്നും ആൾക്കാർക്ക് കയറി ആക്രമിക്കണ്ട എന്ന് വെച്ചിട്ടാണ് ഇത്ര വീതി കുറഞ്ഞ സെറ്റപ്പ് ഉണ്ടാക്കിയത്. അവിടെ തിരക്ക് കുറഞ്ഞൊന്നുമല്ല, സകല ആൾക്കാരും ഇവിടെ ഉണ്ട്. ഇതാണ് ദിൽ കുശാൽ മഹൽ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണിത്. ഇത് സിറ്റി പാലസ് കൊട്ടാരത്തിൻ്റെ ഭയങ്കര പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. ഇത് എന്താ പറയുക, നമ്മൾ നേരത്തെ കയറി വന്ന ആ ഒരു നടുമുറ്റത്തിൻ്റെയൊക്കെ ഏകദേശം മുകളിലായിട്ട് വരും. ഇവിടെ നിന്ന് നോക്കിയാൽ താഴേക്ക് കാണാനും പറ്റും. നേരത്തെ ഈ ഭാഗത്തു നിന്നാണ് നമ്മൾ കയറി വന്നത്. അവിടുന്ന് കോണിയൊക്കെ ഉണ്ട് കാണുന്നത്. ഈ ഒരു ഏരിയൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് ചിത്രങ്ങൾ, പെയിൻറ്റിങ്ങുകൾ കൊണ്ട് സമ്പന്നമാണ്. ഇവിടുത്തെ പണ്ട് കാലത്തുള്ള ഓരോ സംഭവങ്ങളും ഇൻസിഡൻസും അതേപോലെ തന്നെ ഒക്കേഷൻസൊക്കെ അവർ അന്ന് ഫോട്ടോഗ്രാഫൊന്നും അവൈലബിൾ ആവാത്തത് കൊണ്ട് അവർ പെയിൻറ്റിങ്ങുകളായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഈ പെയിൻറ്റിങ്ങിൻ്റെ താഴെയൊക്കെ എന്താണ് സംഭവം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ രാജാക്കന്മാരുടെ കാലത്ത് സംഭവിച്ച എന്താ സംഭവം എന്നുള്ളതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളെല്ലാം കൂടെ വായിക്കാൻ നിന്ന് ഒരുപാട് സമയം എടുക്കുന്നത് കൊണ്ട് നമ്മളെന്തായാലും അടുത്ത റൂമൊക്കെ പോയി. അടുത്ത റൂമിലാണെങ്കിൽ അതിലേറെ പെയിൻറ്റിങ്. അവിടെ ഇഷ്ടം പോലെ പെയിൻറ്റിങ്. ചുമരിൻ്റെ മുകളിൽ മുതൽ സീലിംഗ് മുതൽ താഴെ വരെ പെയിൻറ്റിങ്ങാണ്. ഈ എല്ലാ പെയിൻറ്റിങ്ങും എന്താ പറയുക, ഭയങ്കര വിലപ്പെട്ട പെയിൻറ്റിങ്ങാണ്, ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടുള്ള പെയിൻറ്റിങ്ങാണ്. അതുകൊണ്ട് തന്നെ നമുക്കത് തൊടാൻ പറ്റില്ല. നമുക്കത് തൊടാതെക്കാൻ വേണ്ടിയിട്ട് അവരവിടെ ഒരു സീലിംഗ്, ഒരു ഗ്ലാസ് ഒക്കെ പോലെ വെച്ചിട്ടുണ്ട്. സീലിംഗ് അല്ല, ഒരു ഫെൻസ് വെച്ചിട്ടുണ്ട്, ഗ്ലാസിൻ്റെ ഫെൻസ്. നമുക്ക് വീഡിയോയിൽ ജസ്റ്റ് ഇങ്ങനെ കാണുന്നുണ്ട് നിങ്ങൾക്ക്. അങ്ങനെ ഫെൻസ് വെച്ചിട്ടുള്ള ഒരു ഏരിയയാണ്. അടുത്തതായി നമ്മൾ കടന്നു ചെല്ലുന്നത് ശിവ് വിലാസ് എന്നുള്ളൊരു ഏരിയയിലേക്കാണ്. ഇത് ഒരു ചീനി ചിത്രശാല എന്നുള്ളൊരു പേരും ഉണ്ട്. ഇവിടെ ഒരുപാട് ചൈനീസ് ചിത്രകാരന്മാരൊക്കെ വരച്ച ഒരുപാട് പെയിൻറ്റിങ്ങുകളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന ടൈൽസ് കൊണ്ടൊക്കെയാണ് ഇവിടെ ഈ ഏരിയ നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു ഗൈഡ് ഒരുപാട് ടൂറിസ്റ്റുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി അത് ശ്രദ്ധിച്ചിട്ട് മനസ്സിലാവാത്തതുകൊണ്ട് ഞങ്ങൾ ഏതായാലും മറ്റൊരു ഏരിയയിലേക്ക് കടന്നു ചെന്നു. അത് ഒരു ബാൽക്കണി ആയിരുന്നു. അവിടെ നിന്നാൽ ആ ഉദയ്പൂർ സിറ്റി മുഴുവൻ കാണാം. അതേപോലെ തന്നെ സിറ്റി പാലസിൻ്റെ മുറ്റും ആൾക്കാർ നടന്നു വരുന്നതും ഞങ്ങളുടെ വണ്ടി പാർക്ക് ചെയ്ത ഏരിയയും ഒക്കെ അവിടെ കാണാൻ പറ്റും. ഈ താഴെ കാണുന്ന ഇതിൻ്റെ ഒരു ബോർഡർ പോലെ കാണുന്നത് പണ്ട് കാലത്ത് കുതിരകളെ നിർത്തിയിട്ടിരുന്ന ഒരു കുതിരലായനങ്ങളാണ്. അവിടെ ആയിരുന്നു കുതിരകളെ നിർത്തിയിട്ട് കണ്ട്, അതേപോലെ തന്നെ ഈ കുതിരയും ആനേനെയൊക്കെ നോക്കുന്ന ആൾക്കാരൊക്കെ താമസിച്ചിരുന്നൊരു ഏരിയയൊക്കെയാണത്. അതിൻ്റെ ഉള്ളിലായിരുന്നു അവരുടെ താമസം. അതിൻ്റെ മുകളിൽ അവിടെ കുറേ കസേരകൾ നിരത്തിയിട്ടിട്ടുണ്ട്. ഇവിടെ ഒരു പരിപാടികളൊക്കെ നടക്കുമ്പോൾ, മുറ്റത്ത് നിന്ന് ഉള്ള പരിപാടികൾ നടക്കുമ്പോൾ ബാൽക്കണിയിൽ ഇരുന്ന് കാണാനാണ് ആ ചെയറുകളൊക്കെ. അതിൻ്റെ ബാക്കിൽ ഉദയ്പൂർ സിറ്റി നമുക്ക് വിശാലമായിട്ട് ഇങ്ങനെ പരന്ന് കിടക്കുന്നത് കാണാം. താഴെ ആൾക്കാരൊക്കെ വന്നിരിക്കുന്നു. എന്താ തിരക്ക്! കച്ചവടം, പൊടി പിടിക്കുന്ന കച്ചവടം. ജിലേബി എന്തൊക്കെയുണ്ട് ഇടയുടെ? ദൂത് ജിലേബി, പക്കോട ഉണ്ട്. ഇവിടെ ചായ, പക്കോട ഉണ്ട്, ചായ ഉണ്ട്. ആ കാണുന്നതാണ് ഉദയ് വിലാസ് ഒബ്രോൺ. ഉദയ് വിലാസ് എന്ന് പറഞ്ഞാൽ പ്രമുഖ 5 സ്റ്റാർ ഹോട്ടൽ. ഇതൊക്കെ ഷോസ് കിട്ടാൻ വളരെ രീതി കുറഞ്ഞ വഴികളിലൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണത്, ഇതല്ലത്.
1620കളിൽ ഉണ്ടാക്കിയിട്ടുള്ള മോത്തി മഹൽ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണിത്. അന്നത്തെ രാജാവായിരുന്ന കരൺ സിംഗ് അദ്ദേഹം ഇവിടെയാണ് താമസിച്ചിരുന്നത്. ഈ കാണുന്ന ഡോറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഉണ്ടാക്കിയത് ആനക്കൊമ്പ് കൊണ്ടാണ്. ആ ഏരിയയിൽ നിന്ന് നമ്മൾ അടുത്തതായിട്ട് ചെല്ലുന്നത് ഭീം വിലാസ് എന്ന് പറഞ്ഞൊരു ഏരിയയാണ്. നന്നായിട്ട് പെയിൻ്റൊക്കെ ചെയ്ത് നല്ലൊരു അടിപൊളി ഏരിയ, നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല സ്കൈ ബ്ലൂം വെള്ള കളർ ബോർഡറൊക്കെ കൊടുത്തിട്ട് നല്ല ഫോട്ടോഗ്രാഫിക്കായിട്ട് നല്ല ഇൻസ്റ്റഗ്രാമബിൾ ആയിട്ടുള്ള ഒരു ഏരിയ. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാരുണ്ടായതുകൊണ്ട് നമുക്ക് പ്രോപ്പറായിട്ടൊരു നല്ലൊരു ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ അതെല്ലാം നമ്മളിങ്ങനെ കണ്ട് നടന്നിങ്ങനെ പോകുമായിരുന്നു. രാജാവിൻ്റെ കസാല കണ്ടൂടെ. മേവാറിലെ അവസാന രാജാവായ ഭൂപാൽ സിംഗ് എന്ന് പറഞ്ഞ ഒരാളുടെ ചേംബറാണിത്. പുള്ളി പോളോ കളിക്കണീൻ്റെ ഇടയിൽ കുതിരപ്പുറത്ത് നിന്ന് കണ്ട് അപകടം പറ്റി. അതുകൊണ്ട് തന്നെ പുള്ളി ഉപയോഗിച്ചിരുന്ന വീൽ ചെയറാണ് ഈ കാണുന്നത്. രാജാക്കന്മാര് തൂക്കം നോക്കിയ വെയിങ് മെഷീനാണ് ഈ സാധനം. ഇത് കണ്ടാണ്ട് ഒരുത്തി പറഞ്ഞത് ഊഞ്ഞാല നോക്ക് എന്നാണ്. ഊഞ്ഞാലാണെന്ന് വിചാരിച്ച ഒരാളുടെ ഒപ്പം ഉണ്ടായില്ലോ. ഇതാ അവിടെ വെയിങ് മെഷീൻ ഊഞ്ഞാലാണെന്ന് വിചാരിച്ച ആള് നടക്കുന്നതായാലും. അങ്ങനെ നടന്ന് ഏകദേശം ഞങ്ങൾ ഈ ഒരു ഏരിയയിലെത്തി. ഇവിടെ ഒരുപാട് ജിയോഗ്രഫിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. ഭൂമി അളക്കുന്ന ചെങ്ങല, പിന്നെ അതേപോലെ ലെൻസുകൾ, കോമ്പസുകൾ, മാപ്പുകളൊക്കെ ഉണ്ട്. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല, ചാർജ് ഇല്ലാത്തതുകൊണ്ട്. ഏകദേശം ഈ ഒരു ഇതിൻ്റെ അവസാനമായും തോന്നുന്നു. പുറത്തേക്കുള്ള വഴിയൊക്കെ കാണുന്നുണ്ട്. ഇവിടെ എന്താണ് സിറ്റി പാലസിൻ്റെ റെപ്ലിക്കയും അതിൻ്റെ മിനിയേച്ചർ മോഡലുകളൊക്കെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇതിൻ്റെയൊക്കെ സിറ്റി പാലസ് എന്തായാലും ഓട്ടോറിക്ഷ വിളിച്ചാലും നടന്ന് കാണൂല, തീരൂല എന്നാണ് പറയാറുള്ളത്. ഇതാണ് സനാന മഹൽ. പണ്ട് കാലത്ത് രജപുത്ര സ്ത്രീകളൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പൊതുപരിപാടികൾ നടന്നിരുന്നൊരു ഏരിയയാണ് ഇത്. ഇന്നിപ്പോൾ ഇത് ഒരുപാട് കല്യാണങ്ങൾ നടക്കുന്ന ഒരു ഏരിയയാണ്. കല്യാണങ്ങളും മറ്റു പൊതുപരിപാടികളൊക്കെ നടക്കുന്നൊരു ഏരിയയാണ്. ഒരു ദിവസത്തിന് തന്നെ ലക്ഷങ്ങളാണ് ഇതിൻ്റെ വാടക. ഇതിൻ്റെ തൊട്ട് ചാരി ഒരു റെസ്റ്റോറൻറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. തനതായ രാജസ്ഥാനി വിഭവമായ താലിയും ദാൽബാട്ടി ചുർമയൊക്കെയാണ് ഇവിടുത്തെ പ്രധാന ഐറ്റംസ്. ഇവിടെ എല്ലാവരും ഉച്ചക്ക് ലഞ്ച് കഴിക്കുകയാണ്. ഞങ്ങളും വാങ്ങിയൊരു താലി. എന്തൊക്കെയുണ്ട് റമ്യ? 2 ചപ്പാത്തി ഉണ്ട്, കുറച്ച് റൈസ് ഉണ്ട്, ഞങ്ങളങ്ങനെ മിക്സ് ചെയ്ത് ഷെയർ ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും ലഞ്ച് കഴിക്കുന്ന ടൈമാണ്. നേരത്തെ റെഡി 3 മണിയായില്ലേ? ഇവിടെ പുറത്തുള്ള ആൾക്കാരൊക്കെ ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മെയിനായിട്ട് എന്തൊക്കെ ആയിട്ടുള്ളത്? ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് നമ്മൾ സിറ്റി പാലസിൻ്റെ പുറത്തിറങ്ങിയപ്പോൾ അവിടെ ലോണിൽ ഒരുപാട് ഫുഡ് കൗണ്ടറുകൾ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ആ ഫുഡ് കൗണ്ടറിൽ പൊക്കവട ഉണ്ട്, ചായ ഉണ്ട്, ചൂടുള്ള പാലുണ്ട്, ലൈവായിട്ട് ജിലേബി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ദൂത് ജിലേബി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ജിലേബിയും പാലും കൂടെ ഒരുമിച്ചാണ്, ഒറ്റ കോമ്പിനേഷനിലാണ് അത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടോക്കൺ എടുത്തിട്ട് നമ്മൾ ദൂത് ജിലേബിൻ്റെ കൗണ്ടറിലേക്ക് പോയി. 4 പീസ് ജിലേബിയും 1 കപ്പ് പാലും 100 രൂപ. നമ്മൾ ആ കൊട്ടാരത്തിൻ്റെ മുറ്റത്തിരുന്ന് കണ്ട് തന്നെ ദൂത് ജിലേബി ഒന്ന് കഴിച്ചു. നമ്മളെ നാട്ടിൽ കിട്ടുന്ന ജിലേബിയും പാലിലേക്ക് കേസറും ബദാമും പിന്നെ അതേപോലെ പിസ്റ്റൊക്കെ ഇട്ടുകാണ്ട് നല്ല കുറുക്കിയെടുത്തൊരു പാലും. ഇതാണ് ദൂത് ജിലേബി. ഇതതിൽ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കണം എന്നുള്ളതാണ് അവർ പറഞ്ഞത്. ഏതായാലും അത് കഴിച്ച് കൊട്ടാരത്തിൻ്റെ മുന്നിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മളേതായാലും നിസ്കരിക്കാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. സിറ്റി പാലസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് റൂം. അതുകൊണ്ട് തന്നെ നമ്മൾ റൂമിൽ പോയി നിസ്കരിച്ച് നമുക്ക് അടുത്തതായിട്ട് പോകേണ്ട സ്ഥലമാണ് ബാഗോർ കി ഹവേലി. അടുത്ത് നമ്മൾ പോകുന്ന സ്ഥലമാണ് മ്യൂസിയം ബാഗോർ കി ഹവേലി. ഇത് പഴയ കാലത്തെ എന്തോ ഒരു മ്യൂസിയം. യെസ്, അതെ, കറക്റ്റ്. ആരും നോക്കാതെ നിന്നിരുന്നു. പഴയകാല രാജസ്ഥാൻ്റെ ഭാഗമായിരുന്ന നാട്ടുരാജ്യങ്ങളുടെ ഒരുപാട് കൊടികളൊക്കെ ഇവിടെ ബാഗോർ കി ഹവേലിയിൽ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്.
ഈ ബാഗോർ കി ഹവേലി എന്ന് പറഞ്ഞത് 18ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ഹവേലിയാണ്. ഇത് മേവാർ രാജവംശത്തിന്റെ കീഴിലാണ് വർഷങ്ങളോളം ഉണ്ടായിട്ടുള്ളത്. 1947 നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് ഇന്ത്യ ഗവൺമെൻറ് ഇത് ഏറ്റെടുക്കുകയും കുറച്ചു കാലം സർക്കാർ ജോലിക്കാരെ അവിടെ താമസിപ്പിക്കുകയും ചെയ്തത്. പക്ഷേ അതോടിന് ശേഷം അവിടെ ആരും തിരിഞ്ഞു നോക്കാതെ അതാകെ പൊട്ടിപ്പൊളിഞ്ഞ് ആകെ നാശത്തിലേക്ക് പോവുകയായിരുന്നു. ആ സമയത്താണ് പിന്നീട് അവർ ഗവൺമെൻറ് തന്നെ 1986 ഇതൊന്ന് റെനോവേറ്റ് ചെയ്ത് കളയാം എന്ന് വിചാരിച്ചിട്ട് വെസ്റ്റ് സോൺ കൾച്ചറൽ സെൻറ്ററിനെ ഈ പ്രോപ്പർട്ടി ഏൽപ്പിച്ചത്. അതിനുശേഷം അവരത് റെനോവേറ്റ് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് ഇതൊരു മ്യൂസിയമാക്കി കൺവേർട്ട് ചെയ്തു. ഇവിടെ ഏകദേശം 138ഓളം റൂമുകളുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ബാൽക്കണികളും പിന്നെ അതേപോലെ വരാന്തകളും അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരുപാട് സാധനങ്ങൾ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. പഴയകാല ഡ്രസ്സുകൾ, പിന്നെ അതേപോലെ പഴയകാലത്തെ രാജ്ഞിമാരൊക്കെ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ, പാമ്പും കോണി, പിന്നെ അവർ വിനോദത്തിൽ ഏർപ്പെട്ടിരുന്ന ചെസ്സ്, പിന്നെ അതേപോലെ തന്നെ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും വൈകിട്ട് ഇവിടെ രാജസ്ഥാനി ഫോക്ക് ഡാൻസുകളും മറ്റ് ലൈറ്റ് ഷോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും നമുക്കിന്ന് അധികം സമയമില്ലാത്തത് കൊണ്ട് നമ്മളവിടെ ഒന്ന് നന്നായി കറങ്ങിക്കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മളേതായാലും നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനായ ഗംഗൂർ ഘട്ടിലേക്ക് നീങ്ങി. തൊട്ടടുത്ത് തന്നെയാണ്, ഇവിടുന്ന് നോക്കിയാൽ കാണുന്നതാണ്. പിച്ചോളലേക്ക് ക്ലീൻ ചെയ്യുന്ന സംവിധാനമാണ് അത് വരുന്നത്. ഇതാണ് ഗംഗോർ ഘട്ട്. ഈ കാണുന്നതാണ് ഗംഗൂർ ഘട്ടിന്റെ പ്രവേശന കവാടം. ഇന്ദുമുഗൾ സ്റ്റൈലിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഗേറ്റ് ആണിത്. ഇത് ഉദയ്പൂരിലെ ഒരു പ്രമുഖ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെയാണ്. ബാഗോർ കി ഹവേലിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ പണ്ട് മുതലേ ഉള്ള ഒരുപാട് ആചാരങ്ങൾക്കും ഒരുപാട് സാംസ്കാരിക പരിപാടിക്കൊക്കെ സാക്ഷ്യം വഹിച്ചിട്ടുള്ളൊരു സ്ഥലമാണ്. ഗംഗോർ ആഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള ഗണ്ണിൻ്റെയും ഗൗരിയുടെയൊക്കെ വിഗ്രഹങ്ങൾ ഈ ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടാണ് പിച്ചോള ലേക്കിലാണ് അത് ഒഴുക്കി വിടുന്നത്. അതേപോലെ തന്നെ ജൽ ജുൻകി ഏകാദശി, അങ്ങനത്തെ ഒരുപാട് ഹിന്ദു മിഥോളജിക്കൽ ആയിട്ടുള്ള ബന്ധപ്പെട്ട ഒരുപാട് പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് ഗംഗോർ ഘട്ട്. അതേപോലെ യജവാനി ഹേദിവാനി എന്നുള്ള സിനിമയിലൊക്കെ ഈ ഒരു ഭാഗം വളരെ ഭംഗിയായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളൊന്ന് റൂമിലൊക്കെ പോയി ഒന്ന് നിസ്കരിച്ച് ഞങ്ങൾ ഇവിടെ അടുത്തുള്ളൊരു സ്ഥലത്തേക്ക് വന്നതാണ്. അപ്പോൾ വന്നപ്പം ഇവിടുത്തെ രാത്രിക്കത്തെ കാഴ്ച, സിറ്റി പാലസും ഒക്കെ അടക്കമുള്ള കാഴ്ച അപാരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയാണ്. അവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളും കഫേസൊക്കെ ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് കണ്ട് റെഡിയാക്കി നിൽക്കുന്നുണ്ട് ഗസ്റ്റുകളെ സ്വീകരിക്കാൻ. അവിടെ നമ്മളെ റമി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, തപ്പുണ്ട്. റെസ്റ്റോറൻറ്റ് അവിടെ പോകുന്നുള്ളത് നോക്കുന്നുണ്ടോള്. അല്ലോ ആയോ? ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്, ടെമ്പിൾ. റമിയ, നമ്മളിപ്പോൾ ഇവിടെ ഉദയ്പൂരിലെത്തി. ഉദയ്പൂർ എന്ന് പറയുന്നത് തന്നെ സിറ്റി ഓഫ് ലേക്സ് ആണ്. ഇവിടെ ഈ കാണുന്നതാണ് പിച്ചോള ലേക്ക്. ഇതാ പിച്ചോള ലേക്കാണ്. ആ കാണുന്നതാണ് താജ് ലേക്ക് പാലസ്. പണ്ട് ഒരു ഇതുണ്ടാക്കിയതാണ്, എന്താ പറയുക, ഫ്ലോട്ടിംഗ് പാലസ് എന്നൊക്കെ പറയുന്നത്. ഇതിൻ്റെ ബാക്കിൽ കാണുന്നതാണ് ജഗ് മന്ദിർ. പണ്ട് ഷാജഹാൻ പൊളിച്ച് താമസിച്ച ഒരു ചരിത്രമുണ്ട് ആ ജഗ് മന്ദിർ. പിന്നെ ഇങ്ങോട്ട് നോക്കിയാൽ ഇതാണ് ആ കാണുന്ന ലൈറ്റിങ്ങുകളൊക്കെ ചെറുതാക്കിയിട്ട് കാണുന്നതാണ് അംബാനിൻ്റെയും അതേപോലെ തന്നെ പ്രമുഖ ബോളിവുഡ് സെലിബ്രിറ്റിൻ്റെ ഒക്കെ കല്യാണങ്ങൾ നടക്കുന്ന ഒബ്രോയ് ഉദയ്വിലാണ്. ഇപ്പുറത്തുള്ളതാണ് ദ ലീല ഉദയ്പൂർ. ഇതാണ് ലീല. ഇവിടെ ഒരുപാട് 5 സ്റ്റാർ ലക്ഷറി ഹോട്ടലുകളുടെ ഒരു സ്ഥലമാണ്. സാധനമാണ് ഇത്. ആ കാണുന്ന സാധനമാണ് ഇന്ന് രാവിലെ നമ്മൾ പോയ സിറ്റി പാലസ്. ഇതൊക്കെയാണ് സിറ്റി പാലസിൻ്റെ ഭാഗങ്ങളാണ്. നീണ്ട് പരന്നിങ്ങനെ കിടക്കണം സിറ്റി പാലസ്. നമുക്കിപ്പോൾ ഒരു നല്ല റെസ്റ്റോറൻ്റൊക്കെ കണ്ടുപിടിച്ച് ഫുഡ് കഴിക്കണം. ഇതിവിടെ ആൾക്കാർ എന്താ പറയുക, ഇതൊരു അംബ്രായി ഘട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ഘട്ട് എന്ന് പറഞ്ഞാൽ ഒരു കടവ്. അപ്പോൾ ഇവിടെ അത്യാവശ്യം ഒരു അമ്പലമുണ്ട്. ഇതിൽ കുറച്ച്
അത്യാവശ്യം ഒരു വാക്ക് വേ പോലെയൊക്കെ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ റെസ്റ്റ് എടുക്കാനൊക്കെ വെറുതെ വർത്താനൊക്കെ പറഞ്ഞിരിക്കാനൊക്കെ വരുന്നൊരു സ്ഥലമാണ് അംബ്രായ് ഘട്ട്. ഇറ്റ്സ് എ നൈസ് പ്ലേസ് അല്ലേ? ഒന്ന് ഈവനിങ്ങിൽ ഹാങ് ഔട്ട് ചെയ്യാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് ഇത്. അംബ്രായ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ്. അവിടെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ടൂറിസ്റ്റുകൾക്ക്. നമ്മൾ അന്വേഷിച്ചപ്പോൾ അവിടെ ബുക്കിംഗ് ഒക്കെ ഫുള്ളാണ്. ഇതാണ് അംബ്രായ് ഘട്ട് എന്നുള്ള കാഴ്ച. ഒരുപാട് കഫേകളും റെസ്റ്റോറൻറ്റുകളൊക്കെ റൂഫ് ടോപ്പ് കഫേകളൊക്കെ ആയിട്ട് ഉണ്ട്. ഇതാണ് സിറ്റി പാലസ്. ഇന്ന് രാവിലെ നമ്മൾ നടന്നു കണ്ട സിറ്റി പാലസ്. ഇവിടുന്ന് ഇങ്ങനെ ഈ അറ്റം വരെ സിറ്റി പാലസാണ്. ഞങ്ങളങ്ങനെ ഉദയ്പൂരിൽ ഒരു നൈറ്റ് റൂഫ് ടോപ്പ് റെസ്റ്റോറൻറ്റിൽ നൈറ്റിൽ ഫുഡ് കഴിക്കാൻ വന്നതാണ്. നല്ല രസമുണ്ട്, നല്ല വൈബാണ്. എൻ്റെ പുറത്തിറങ്ങിയിട്ട് ഇവിടേക്ക് ബിൽഡിങ്ങിലൊക്കെ ഫുൾ കറണ്ട് പോയി. ആകരണേ സിറ്റി പാലസിൽ ഒന്നാദ്യം ജഗ്മന്ദിർ കാണാനേ ഇല്ല. ആ നെറ്റ് വരുന്നുണ്ട്. ഇവിടെ പോയത് ഞാൻ അറിഞ്ഞിട്ടും ചേട്ടാ. ഞങ്ങളിവിടെ എങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ കറണ്ട് പോയി. അപ്പുറത്തെ സൈഡിലൊന്നും പോയിട്ടില്ല. ഇവിടെയൊക്കെ പോയി ചെയ്യും. ഞങ്ങളിരുന്ന റൂഫ് ടോപ്പിൻ്റെ മുകളിൽ നിന്നുള്ള ബാക്ക് സൈഡിലുള്ള കാഴ്ചകളാണ്. ഇവിടെയൊക്കെ റൂഫ് ടോപ്പ് കഫേകളൊക്കെ ഉണ്ട്. ഭയങ്കര ആക്റ്റീവായിട്ടെല്ലാം ഓടുന്നുണ്ട്. താഴെ സ്ട്രീറ്റാണ്. ഒരുപാട് റൂഫ് ടോപ്പ് കഫേകളുണ്ട്. പർപ്പിൾ ഓപ്റ്റിക്കൽ. ഇവിടുന്ന് ആ ചങ്ങായിനെ കൊണ്ടൊരു സൺഗ്ലാസ് വാങ്ങിപ്പിച്ച് ആ നിക്കണ ചങ്ങായി. ഇനി അടുത്തത് റൈഡർ റമ്മിയാണ് വണ്ടി എടുക്കുന്നത്. കുറെ നേരം ഇങ്ങനെ പൊലി വിട്ട് നിൽക്കണേ. ഇപ്പൊ റോട്ടിലൊക്കെ തിരക്ക് പറഞ്ഞുകൊണ്ട് ഇനി റൈഡർ റമ്മി വണ്ടി എടുക്കും. ഇവിടെയൊക്കെ ഓരോ പഴയ ഹവേലി സ്റ്റൈലിൽ പഴയ സ്റ്റൈലിൽ ബിൽഡിങ്ങുകളൊക്കെ കാണുന്നുണ്ട്. പെട്രോൾ ആദ്യമില്ല. ഞങ്ങളിങ്ങനെ വെറുതെ വണ്ടി എടുത്തുക്കാണ്ട് ഇങ്ങനെ ഉദയ്പൂർ സിറ്റി കാണുകയാണ്. ഉദയ്പൂരിൻ്റെ ഓൾഡ് സിറ്റി. വഴി എനിക്കറിയില്ല. ആ പോലീസിൽ പോണ അതിൽ വിട്. ഇതൊക്കെയാണ് ഉദയ്പൂരിൻ്റെ ഓൾഡ് സിറ്റി. ഇവിടെയൊക്കെ ഒരുപാട് ഹോട്ടലുകളും ബൂട്ടിക് ഹോട്ടലുകളും ഹെറിറ്റേജ് ഹോട്ടലുകളും ട്രഡീഷണൽ ഹോട്ടലുകളും അതേപോലെ തന്നെ കാഫി റെസ്റ്റോറൻറ്റ്. നമ്മൾ ഉദയ്പൂർ സിറ്റിയിലൂടെ എങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. റൈഡർ റമ്മിയാണ് വണ്ടി വിടുന്നത്. നമ്മളൊരു ചെറിയൊരു സാധനം ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. നമുക്കൊരു കടകൾ തപ്പി പോവുകയാണ്. അല്ലല്ല, നേരെ പോട്ടെ കിട്ടുകയാണെങ്കിൽ നോക്കാം. ഇവിടെയൊക്കെ ഒരുപാട് ഹോട്ടലുകൾ ഇതൊക്കെ ഉണ്ട്. നമ്മളാണെങ്കിൽ ഇച്ചിരി ലേറ്റ് വേണം. ലേറ്റ് അല്ല, 9 മണിയായി. റൈഡർ റമ്മിയോട് വണ്ടി പാർക്ക് ചെയ്ത് വരുന്നുണ്ട്. കണ്ട് വരുന്നുണ്ട്. ഫുള്ള് വേറെ ടെറർ ലുക്കിലാണ്. അവളെ കണ്ടാൽ തന്നെ പേടിയാവും. ഇത് ഇവിടത്തെ കണ്ടിട്ടൊരു ഒരു 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 ഭയങ്കര സ്ട്രീറ്റിൻ്റെ ഏരിയ ആണ്. കണ്ടിട്ട് നല്ല ഒരുപാട് ഷോപ്പുകളും ലൈറ്റിംഗ് ഹൗസൊക്കെ കാണുന്നുണ്ട്. ഫോണ് അങ്ങനത്തെ കുറേ ഐറ്റംസ് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട സാധനം ഒരു മൊബൈലിൻ്റെ ട്രൈപ്പോഡാണ്. ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ സുന അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ. സിമ്പിളായിട്ടുള്ളൊരു സാധനം ആണ് നമുക്ക് വേണ്ടത്. ഞാൻ പലരിടത്തുനിന്നും കണ്ടിട്ട് പല സ്ഥലങ്ങളും കണ്ടിട്ടുണ്ട്. അതിന് പിന്നെ വേണ്ടാന്ന് വെച്ചിട്ട് അപ്പം അത് വല്ലാതെ പറ്റണില്ല. ഇത്രയും തിരക്ക് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ എന്താണ് നോക്കട്ടെ. പാല് തിളക്കാണ്. ഓ, അവിടുന്ന് പാലാണത്. അവിടുന്ന് ബില്ല് വാങ്ങണം. അവിടെ ജിലേബി ഉണ്ട്. ഇവിടെ പാല് കടന്ന് തിളക്കാണ്. ഏയ്, ഇത് പാലടി മലായാണ്.
वो आएंगे बाद में देना ये था ये ചൂടുണ്ടോ? വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം എന്താ? എന്താ കഴിക്കേണ്ട സാധനം എന്താ പേര് പറയും? ദൂത് മല. ദൂത് മലായി എന്തൊക്കെയാണത്? മലായി പറഞ്ഞ എന്താ? ആണ് നോക്കിയാ ആ കുറുകി കുറുകി വന്ന് दूध और ड्राई फ्रूट और केसर है अंदर। केसर केसर क्या ड्राई फ्रूट है? 40 रुपीज़ का है। कुल्हड़ केसर का प्राइस पूछ रहे हो आप ऐसा? हाँ केसर ग्राम के ऊपर है। नहीं प्राइस नहीं है। सॉरी ड्राई फ्रूट्स क्या क्या ड्राई फ्रूट्स है? फ्रूट से पिस्ता है इसके अंदर और बादाम है। हाँ दोनों आलमंड से जी। हाँ और उसके साथ केसर केसर शुगर नहीं है। शुगर नहीं है, शुगर ऊपर से ऐड करते हैं, जिनको चाहिए उन्हीं को दे। हाँ ओके मारुति जी को दो। रम्य എന്തൊക്കെയാ അറിയോ? ബദാം പിസ്ത കേസർ. കേട്ടില്ലേ? എടുത്തോ കൊണ്ടോണ്ട് വാ. ये जो आलमंड्स का कटिंग होता है ना वो है बादाम, जो उसमें ऊपर ड्राई फ्रूट से डाल रखा है। इसके ऊपर जो गार्निश करने के लिए നമ്മൾ വീഡിയോ എടുക്കണ കണ്ടാണ്ട് ഒരു ഭയങ്കര തിരക്കിട്ടാണ് നമുക്ക് ഓരോ സാധനങ്ങളും എടുത്ത് കാണിച്ചില്ല. ഭയങ്കര ഇതാണ് കുങ്കുമം. ओके ये यूजुअली यूज होता है कलर के लिए। हाँ पर बेस्ट फॉर्म ऑफ कलर है फूड के अंदर। ഫുഡിൽ ഏറ്റവും ബെസ്റ്റ് കളർ ആഡ് ചെയ്യുന്ന സാധനമാണ്. कीवर कीवर ऊपर रबड़ी का फिलिंग होता है। बहुत फेमस डिश है यहाँ का। ये रबड़ी है ऊपर, ഓക്കെ നീച്ചെ नीचे बेस बनता है। ആ घी होता है ना, घी उसके अंदर पका के बनाते हैं। टेस्ट करो। ഇതിൻ്റെ ഉള്ളിലെ രസം മാത്രം. എന്നാ കഴിച്ചോ? ഇവിടെ കുറേ സാധനം ഇനി കഴിച്ചു കുറേ സാധനമുണ്ട്. इसका पंच है ഫ്രൂട്ട്സ് അനാർ इसका अपन स्लाइस कटिंग करते हैं और उसका बनाते हैं। ഒരു ചെമ്പ് കഴിഞ്ഞ പോലെ അടുത്ത ചെമ്പിലേക്ക് വളം മാറി. ഞങ്ങൾ വന്നപ്പോൾ ഈ ചെമ്പില് നിറച്ച് പാലായിരുന്നു. അതൊക്കെ ഇപ്പൊ പോയി ഈ ഒരൊറ്റ ചെമ്പിലായി. ഇങ്ങനെയാണ് ഇതിന്റെ മാസ്റ്റർ. അച്ഛാ 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 ഇവിടെ ഭയങ്കര തിരക്കാണ്. ഫുള്ള് പാല്. എങ്ങനെയുണ്ടായിരുന്നു റമ്യ? നല്ല ടേസ്റ്റ്. അടിപൊളിയല്ലേ? നമ്മള് വീഡിയോ ഒക്കെ എടുക്കണ ഈ സെറ്റപ്പ് ഒക്കെ കണ്ട് ഇവരെന്ത് ചെയ്തു, ഞങ്ങളെ കടൻ്റെ ഉള്ളിലൊക്കെ കൊണ്ടുപോയിക്കാണ്ട് ഞങ്ങൾക്ക് കുറേ സാധനങ്ങളൊക്കെ വേറെ പല സാധനങ്ങളും ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാനൊക്കെ തന്നു. ഇതിവിടെ നമ്മളെ നോക്കിക്കാണ്ട് കുറച്ച് ആൾക്കാരിങ്ങനെ ഇരിക്കുന്നുണ്ട്. ജോദാന സ്വീറ്റ്സ് ആൻഡ് പ്രൈവറ്റ് ലിമിറ്റഡ് ഈ ഒരു കടയിലാണ് ഇത്രയും നേരം നമ്മൾ സ്പെൻഡ് ചെയ്തത്. ഇവർക്ക് ജോധ്പൂരിലൊക്കെ ബ്രാഞ്ച് ഉണ്ട്. എന്താ തിരക്കറിയാം. ഇവിടെ ദൂത് മലായി ആണ് ഇവിടുത്തെ മെയിൻ ഐറ്റം. ഇവിടെ പുറത്തിട്ട് കണ്ടവർ ഇതാക്കുന്നുണ്ട്. ഇവിടെ ഒക്കെ ഇത്രയും ആൾക്കാരൊക്കെ ഇത് വാങ്ങണത് ദൂത് മലായി ആണ്. ഇവിടെ റെമി പോകാൻ റെഡി ആയിക്കണ്ട്. എന്തെനിക്ക് തോന്നുന്നത് പറ, എന്തെങ്കിലുമൊക്കെ പറ. മോശായ അടിപൊളിയല്ലേ? നമ്മള് ഉദയ്പൂര് കാണാൻ വന്നൊക്കെ തന്നെയാണ്. പക്ഷെ ഇവിടെ തന്നെ തിരിച്ചെത്തുമ്പോൾ നമ്മളെ ഷുഗർ ലെവല് കാരണം ഏത് നേരം ചായയും കാപ്പിയാണ്.